നമസ്കാരം. മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കാൻ രാജ്യമൊട്ടാകെ ഒരു വിഭാഗം ശക്തമായി ആവശ്യമുന്നയിക്കുന്ന കാലഘട്ടമാണ്. വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവുമെല്ലാം പരിരക്ഷിക്കപ്പെടണം. എന്നാൽ ഒരു വാദവും മറ്റൊരു വിഭാഗത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാകുകയും ചെയ്യരുത്. രാജ്യം ഇതാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ സ്വാധീനപ്പുറത്തും കാര്യസാധ്യത്തിനും ജോലി കിട്ടാനുമെല്ലാം മതപരിവർത്തനം വഴിവെക്കുന്നത് ശുഭകരമായ പ്രതികരണങ്ങളിലേക്ക് ഈ നാടിനെ നയിക്കില്ല. മതവും ജാതിയും മാറ്റിയാൽ സംവരണാനുകൂല്യവും ജോലിയും കിട്ടുമെന്നായാൽ അതിന് വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാർ തന്നെ ഒത്താശയും ചെയ്തു കൊടുത്താൽ അപ്പുറത്തുയരാൻ പോകുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ ഒരു ജനാധിപത്യവാദത്തിന് പോലും കഴിയണമെന്നില്ല. കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജാതി മാറ്റം നടക്കുകയാണ്, മതം മാറ്റം നടക്കുകയാണ്. ലത്തീൻ കത്തോലിക്ക സമുദായമായാൽ സംവരണ ആനുകൂല്യങ്ങൾ കിട്ടും, ജോലി കിട്ടാനുള്ള വളഞ്ഞ വഴിയാകും. അതിനായി ഗസറ്റിൽ വരെ വിജ്ഞാപനം ചെയ്ത് ജാതിയും മതവും മാറുകയാണ്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിൽ ഞങ്ങൾക്ക് കൈയില്ല എന്ന് ആവർത്തിക്കുന്ന ക്രൈസ്തവ സഭകളുടെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ആരോപിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾക്ക് ശരിക്കും അർഹരായ ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾ കൂടിയാണ്. രൂപതകൾ അറിഞ്ഞും ബിഷപ്പുമാർ കൈയയച്ച് സഹായിച്ചുമാണോ ഈ സമുദായ മാറ്റം കേരളത്തിൽ നടക്കുന്നത്? സർക്കാരിന് ഇതിന് ഉത്തരമുണ്ടോ? പ്രതിപക്ഷം വാ തുറന്ന് പ്രതികരിക്കുമോ? അന്വേഷണം ഉണ്ടാകുമോ? നടപടി ഉണ്ടാകുമോ? വോട്ട് ബാങ്ക് പേടിച്ച് വേണ്ടപ്പെട്ടവർ ഇതൊക്കെ പൂഴ്ത്തിവെക്കുകയാണോ? ന്യൂസ് 18 കേരളം ഇന്ന് പുറത്തു കൊണ്ടുവന്ന ആ വലിയ വാർത്തയിലേക്ക് വീണ്ടും കടക്കുകയാണ് പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ന്യൂസ് 18 മാധ്യമപ്രവർത്തകൻ പ്രദീപ് സി നെടുമണ്ണാണ് ഈ വലിയൊരു വാർത്തയുടെ വലിയൊരു വാതായനം തന്നെ തുറന്നിരിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് ഈ നാട് കടക്കുന്നത് കൊണ്ടുകൂടിയാണ്. ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. 2009 അച്ചടി വകുപ്പ് ഡയറക്ടർ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായ പരാതി നൽകിയപ്പോൾ അതിനെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഉത്തരവുകൾ ഈ വിഷയത്തെ കൂടുതൽ മോശമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. എന്നിട്ടും കൂടുതൽ പരാതികൾ ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ പരാതികൾ പുറത്തേക്ക് വരാതെ അത് എങ്ങനെ ഒതുക്കി തീർക്കാം എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നമുക്കൊപ്പം പാനലിൽ ചേരുന്നുണ്ട് ലത്തീൻ കത്തോലിക്ക സമുദായാംഗവും വികാരിയുമായ ഫാദർ ലാബ്രിൻ യേശുദാസ്, VSDPയുടെ നേതാവ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, KLCയുടെ അഡ്വക്കേറ്റ് ഷെറി തോമസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പടിപ്പാറ. ഒപ്പം നമ്മൾ നെയ്യാറ്റിൻകര രൂപതയുടെ ഭാരവാഹികളെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരിലേക്ക് പാനലുകളിലേക്ക് കടക്കുന്ന മുമ്പ്, പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ പ്രദീപ് സി നെടുമണ്ണയിലേക്ക്. പ്രദീപ്, വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതാണ് ഈ കേരളം ഇതിനെ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനേറെ പ്രാധാന്യമുണ്ട്. ഒരു വശത്ത് നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടക്കുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ഇതിനെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്യുമ്പോൾ പലയിടത്തും ആക്രമണങ്ങൾ നടക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് പോലും ചിത്രീകരിക്കപ്പെടുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയല്ല, ജനാധിപത്യം ഇതിങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മറുവശം വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം. അവിടെ അതിന് വിഘാതമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവുകൾ വരിക. പ്രദീപ് തന്നെ ചെയ്ത സ്റ്റോറിയിലൊക്കെ ആൾക്കാർ നേരിട്ട് മുഖം കാണിച്ചിട്ട് ആൾക്കാർ വെളിപ്പെടുത്തുകയാണ്, ജോലി കിട്ടാൻ വേണ്ടി താൻ മതം മാറി, പക്ഷെ തനിക്ക് സ്വജാതിയിലേക്ക് പോകണമെന്ന് പറയുന്നു. ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾ പറയുന്നു, ഞങ്ങളിവിടെ ഒന്നുമില്ലാതിരിക്കണം, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും ഒരു പെട്ടിക്കട പോലെ എന്തോ നടത്തി ജീവിക്കേണ്ട സ്ഥിതിയാണ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുടെ ലാഞ്ചന പോലുമില്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടിയാണ്. എങ്ങനെയാണ് പ്രദീപ് ഈ ഒരു വാർത്തയിലേക്ക് അപർണ, ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇത്. അടുത്ത കാലത്താണ് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരത്തിൽ ഇങ്ങനെ വലിയ തോതിൽ ആളുകൾ ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു വിവരം. നിരവധി പേർ ഇത്തരത്തിൽ സർക്കാർ ജോലിയിലും സർക്കാരിലെ വിവിധ തസ്തികകൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഏതാണ്ട് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത് കഴിഞ്ഞ 10-20 വർഷമായി ഇത്തരത്തിൽ വളരെ വ്യാപകമായി സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു. അത് പ്രധാനമായും നടക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലാണ്. ആദ്യം തിരുവനന്തപുരം രൂപതയായിരുന്നു, അത് പിന്നെ പ്രധാനമായും ആ രൂപതയിലുള്ളവർക്കറിയാം, അത് അല്ലെങ്കിൽ ലത്തീൻ സമുദായത്തിലുള്ളവർക്കറിയാം. നാടാർ കുറച്ച് വിഭാഗത്തിൽ, മുമ്പ് നാടാർ വിഭാഗത്തിലുള്ള കുറച്ച് പേർ ലത്തീൻ വിഭാഗത്തിലുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു രൂപത എന്ന രീതിയിലാണത് തുടങ്ങിയത്. അത് നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകൾ ഉൾപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായും ആ മേഖലകളിൽ, അല്ലാതെ തീരദേശ ഭാഗങ്ങൾ അധികം അതിൽ വരുന്നില്ല. നെടുമങ്ങാട് മേഖലയിലുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ലത്തീൻ സർട്ടിഫിക്കറ്റ് യഥേഷ്ടം ലഭിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമാനമായ സ്ഥിതി തിരുവനന്തപുരത്തിൻ്റെ മറ്റ് തീരമേഖലകളിലും അതുപോലെ കൊല്ലം ജില്ലയിലും കൊല്ലം പുനലൂരിലും ഒക്കെ നടക്കുന്നുണ്ട്. കൊല്ലം പുനലൂരിൽ
രൂപതയുണ്ട്. അവിടെ ഇതേപോലെ തന്നെ സമാനമായ സ്ഥിതിവിശേഷം ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പരിവർത്തിത ക്രൈസ്തവരും മറ്റുമാണ്. അവർക്ക് 1% സംവരണമുള്ള അവർ പലരും ഇതിലേക്ക് വരുന്നു. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് ഇവർ വരുന്നതിന് കാരണം 4% സംവരണം കിട്ടും എന്നത് ഒരു കാരണമാണ്. മറ്റൊന്ന് ക്രീമി ലെയർ പരിധി. മറ്റ് ആളുകൾ വരുമ്പോൾ അവർക്ക് ക്രീമി ലെയർ പരിധിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതേപോലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നമുക്കറിയാം വലിയ തോതിൽ കടലിനോടും മറ്റും പടവെട്ടി ജീവിക്കുന്ന മുക്കോ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പരമ്പരാഗത തൊഴിലാളി കുടുംബങ്ങളുള്ളവർ. അവർക്കൊക്കെ തന്നെ വിദ്യാഭ്യാസപരമായും മറ്റും ഇപ്പോഴും പല മേഖലയിലുള്ളവരും പിന്നാക്കാവസ്ഥയിലാണ്, ജീവിത പ്രാരാബ്ദങ്ങളുള്ളവരാണ്. അവരുടെ കുട്ടികളെക്കാൾ വിദ്യാഭ്യാസപരമായും മറ്റും ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് മറ്റ് സമുദായത്തിൽ നിന്ന് വരുന്നവർ. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളും മറ്റും വരുമ്പോൾ അവർക്കാകും കൂടുതൽ മുൻതൂക്കം ലഭിക്കുക. ഈ ഒരു സാഹചര്യം കൂടി ഇവർ മുതലെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിയുടെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം രൂപതാധികൃതർ തന്നെ ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നതാണ്. സ്വന്തം സമുദായത്തിലുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുമായിട്ടും അതിനെ അവർ ഒത്താശ ചെയ്യുന്നത് ഒരുപക്ഷെ സമുദായത്തിലെ അംഗബലം കൂട്ടാൻ വേണ്ടി കൂടിയാകാം. കാരണം ഇനിയിപ്പോൾ സെൻസസും മറ്റും വരുമ്പോൾ ഇത് ഗുണകരമാകും, തങ്ങളുടെ സമുദായത്തിൽ ഇത്രയധികം ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഗുണകരമാകും എന്നൊരു ധാരണ അവർക്കുണ്ടാകും. പിന്നെ അപർണ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരോക്ഷമായി ചിലപ്പോഴെങ്കിലും മതപരിവർത്തനവും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ജാതി മാറുമ്പോൾ തന്നെ ഇപ്പോൾ ഹിന്ദു നാടകവിഭാഗത്തിലുള്ള ഒരാൾ ലത്തീൻ കത്തോലിക്കയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അയാളുടെ മതം കൂടിയാണ് മാറ്റപ്പെടുന്നത്. പക്ഷേ അതല്ലാതെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഇപ്പം SIUC തുടങ്ങിയ വിഭാഗത്തിലുള്ളവരും ഇതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആ വാർത്തയിൽ എടുത്ത് കാണിച്ചിരുന്നു. ഒരേ ആൾക്ക് തന്നെ CSI സഭയുടെ ബിഷപ്പ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അതേ ആൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് ലത്തീൻ സഭാ ബിഷപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. തീർച്ചയായും ഇതൊക്കെ ക്രമക്കേടിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. കാരണം ഇത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ തെളിവാണത്. 2009 അച്ചടി വകുപ്പ് ഡയറക്ടർ ഇക്കാര്യത്തും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. വളരെ വ്യാപകമായി ആളുകൾ ഗസറ്റിൽ പരസ്യം നൽകുന്നു. ആളുകൾ ഇത്തരത്തിൽ നാടാർ വിഭാഗത്തിൽ നിന്നും മറ്റും വളരെ കൂടുതൽ കൂട്ടത്തോടെ ആളുകൾ മാറുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. അതിനുശേഷമാണ് 2010 സർക്കാർ ഒരു ഉത്തരവിറക്കിയത്. 1947 മുമ്പ് ലത്തീൻ വിഭാഗത്തിൽ ഉള്ളവരും അവരുടെ പിന്മുറക്കാർക്കും മാത്രമേ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയൂ എന്ന ഒരു നിബന്ധന വെച്ചത്. പിന്നീട് 2010 2012 2016 ഇത്തരത്തിൽ നിയമ ഭേദഗതികളും മറ്റും ഉണ്ടായെങ്കിലും അതൊന്നും തന്നെ ഈ ശക്തമായ ഒരു നിയമം എന്ന് പറയാനാകില്ല. 2012 നിയമത്തിൽ 1947 എന്ന നിബന്ധന ഏതാണ്ട് പൂർണ്ണമായും അത് ഒഴിവാക്കുന്ന തരത്തിലുള്ളൊരു കൃത്യമായ അത്തരം അങ്ങനെ ഒരു പരാമർശമില്ലെങ്കിൽ കൂടി അതിനുശേഷമായിരുന്നു ഏറ്റവും അധികം പേർ ആ ഒരു കാലയളവിലും ഇത്തരത്തിൽ ജാതി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം വലിയൊരു തട്ടിപ്പ് തന്നെയാണ്, ആസൂത്രിതമായ ഒരു തട്ടിപ്പ്. രണ്ട് കാര്യമാണ് ഇതിനകത്ത്. ഒന്ന്, ഇങ്ങനൊരു പരാതി അച്ചടി വകുപ്പ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വരിക 2009 പ്രതിഭ അത് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ആ സ്റ്റോറി നമ്മൾ ഈ സമയം കൊണ്ടാണല്ലോ നമ്മൾ ഇത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റോറികളൊക്കെ. അത് അങ്ങനെ ഒരു പരാതി വരുമ്പോൾ ആ പരാതി പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഉത്തരവുകൾ ഈ സ്ഥിതി കൂടുതൽ മോശമാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു പരാതി പോലും KLCയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് നേരത്തെയൊക്കെ നമ്മൾ രാവിലെയൊക്കെ വിളിച്ച സമയത്ത് ഒരു പ്രതികരണം ഒക്കെ ഉണ്ടായിരുന്നത്. സമുദായ അംഗങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ സംഘടന ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത്രയും കാലം കൊണ്ട് അങ്ങനെ രേഖാമൂലം ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആ വാദത്തിൽ വല്ല കഴമ്പുണ്ടാകുമോ? സർക്കാരുകൾ ഇത് അറിഞ്ഞിട്ടില്ലേ? ഇത്തരം പരാതികളില്ലേ? പരിപൂർണമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം വോട്ട് ബാങ്ക് പേടിച്ച് മുക്കി അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 2010 ഉത്തരവിൽ കൃത്യമായി പറഞ്ഞ കാര്യം അത് 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അതിന് ഒരു മാറ്റം വരുത്തിയത്, കാര്യമായൊരു മാറ്റം. കാരണം 1947 നിബന്ധന ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ രൂപത വീണ്ടും ആവശ്യം അതിൽ പൂർണ്ണമായും അങ്ങനെ ഒരു നിബന്ധന ഒഴിവാക്കി എന്നൊരു പരാമർശം ഇല്ലാത്തതിനാൽ തന്നെ അടുത്ത കാലത്ത് റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും മറ്റും സ്വന്തം നിലയിലും മറ്റും ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലർക്കും സർട്ടിഫിക്കറ്റ് യഥേഷ്ടം ലഭിക്കാതാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രൂപത ഇപ്പോൾ അടുത്ത കാലത്ത് ഒപ്പുശേഖരണം നടത്തുകയും പള്ളികളിൽ സർക്കുലർ വായിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇത്തരത്തിൽ താങ്കൾക്ക് ഈ 1947 നിബന്ധന പൂർണ്ണമായും ഒഴിവാക്കി കിട്ടണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പോലും വളരെ യഥേഷ്ടം ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാനാണ് സാധിക്കുക. ഇവിടെയൊക്കെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവരുമാണ്. അവരുടെ ആനുകൂല്യങ്ങളാവും തീർച്ചയായും കവർന്നെടുക്കപ്പെടുക. റൈറ്റ്, തീർച്ചയായിട്ടും ഞാൻ എത്താം പ്രതിഭ. നമുക്കൊപ്പം ഇപ്പോൾ ഫാദർ ലാബ്രിൻ യേശുദാസ്, ലത്തീൻ കത്തോലിക്ക സമുദായ അംഗം, സെമിനേഴ്സിന്റെ വികാരി, 1947 ആ നിബന്ധന ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ രീതിയിൽ ഉള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ആ ഒരു തടസ്സം തന്നെ മാറുകയാണ്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരിക ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങളായിരിക്കും. പരമ്പരാഗതമായിട്ട് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ളവർ വലിയൊരു വോട്ട് ബാങ്കാണ് ലത്തീൻ കത്തോലിക്ക സമുദായം. എന്നിട്ടും ഈ വിഷയം എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാത്തത്? പരാതികൾ ഇതിനകത്ത് ഉയർന്നിട്ടില്ലേ? രേഖാമൂലമുള്ള പരാതികളൊന്നും ഉണ്ടായിട്ടില്ലേ? ഫാദർ ലാബ്രിൻ യേശുദാസ്, ഒത്തിരിയേറെ പരാതികൾ ഗവൺമെൻറ് മുമ്പിൽ പോയിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നത് അത് കളവാണ്. കാരണം ഈ ഇഷ്യൂ ഒത്തിരി ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. ഞാനൊരു ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു അംഗമായതുകൊണ്ട് എനിക്കത് പലർക്കും അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്.
എന്നിരുന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യമുള്ളതുകൊണ്ട് അത് വിളിച്ചു പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൽ ഞാൻ പങ്കെടുത്തതും. പ്രത്യേകിച്ച് 2010 ഒരു ജിയോ വന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ജിയോയ്ക്ക് മുമ്പ് നമ്മുടെ കേരള നിയമസഭയിൽ റവന്യൂറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മുടെ കേരള നിയമസഭ ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ക്രിത്താട്സ് വഴിയാണ് അവർ ചോദിച്ചത്. അതിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആരാണ് ലത്തീൻ കത്തോലിക്കർ? അപ്പോൾ ലത്തീൻ കത്തോലിക്കർ എന്ന ചോദ്യം അവർ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. 1947 മുമ്പ് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം നടത്തിയവരും അവരുടെ പിൻതലമുറക്കാരുമാണ് ലത്തീൻ കത്തോലിക്കരായി അറിയപ്പെടുന്നത്. അതിൽ വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും, വിച്ച് മീൻസ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള സംവരണമാണ്. അപ്പോൾ ആരൊക്കെയാണ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു 2 വിഭാഗക്കാരാണ് മത്സ്യത്തൊഴിലാളികളായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് മുക്കവ എന്ന് പറയും. ഈ മുക്കവ സമുദായം എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം രൂപതകളിൽ ജോലി ചെയ്യുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. പിന്നെ ഒരു ഉള്ളത് ആലപ്പുഴ ആ ഭാഗത്തുള്ളത് അവർ അഞ്ഞൂറ്റിക്കാർ. അപ്പോൾ ഈ 2 വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ലത്തീൻ കത്തോലിക്കരായിട്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ കൃത്യമായ രീതിയിൽ നിയമസഭയ്ക്ക് ക്രിത്താട്സ് ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടും 2010 വന്ന ആ ജിയോയിൽ ഈ പറഞ്ഞ കാര്യം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത് വളരെ കൃത്യമായി. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് 1900 ആ ജിയോ ഞാൻ വായിക്കുന്നത് 1947 മുമ്പ് കത്തോലിക്ക വിശ്വാസത്തിൽ ചേർന്നവരും. അങ്ങനെ ക്രിത്താട്സ് കൊടുത്തിട്ടില്ല. ക്രിത്താട്സ് വളരെ കൃത്യമായി പറഞ്ഞതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചവർ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജിയോ വന്നപ്പം കത്തോലിക്ക വിശ്വാസികളും വിശ്വാസത്തിൽ ചേർന്നവരും അവിടെ പിൻതലമുറക്കാരുമെന്നാണ്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ മുക്കുവർക്കും അഞ്ഞൂറ്റിക്കാരുമാണ് യഥാർത്ഥ ലത്തീൻ കത്തോലിക്കർ. ഇവർ എങ്ങനെയാണ് ലത്തീൻ കത്തോലിക്കർ? ആ 2 പദങ്ങൾ, മുക്കുവരും അഞ്ഞൂറ്റിക്കാരും, അതായത് മത്സ്യബന്ധന മേഖല എന്നുള്ള ആ പദങ്ങൾ മനഃപൂർവ്വമായിട്ട് ജിയോയിൽ ഒഴിവാക്കപ്പെട്ടു. അത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കിയത് തന്ത്രപൂർവ്വമാണ് ഒഴിവാക്കിയത്. അതിനുശേഷമാണ് ഈ അവർ പറഞ്ഞ ജിയോ അനുസരിച്ച് ലത്തീൻ കത്തോലിക്ക വിശ്വാസം ചേർന്നവർ. അതുകൊണ്ട് ഇപ്പോൾ ആര് ചേർന്നാലും അത് നെയ്യാറ്റിൻകര രൂപയിലാണ് കൃത്യമായി നടക്കുന്നത്. ആര് ചേർന്നാലും അവർക്ക് ജോലിക്ക് വേണ്ടി വളരെ വ്യാപകമായ രീതിയിൽ അവർ കൃത്യമായിട്ട് കൊടുക്കുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽ പലരും പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അധികാരികളെ അറിയിച്ചിട്ടുമുണ്ട്, രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ തൊഴിൽ വേണ്ടി മാത്രമല്ല, അതായത് ഈ സ്കൂളുകളിൽ അഡ്മിഷൻ, കോളേജ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ പോലും 2% അഡ്മിഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. അവിടെയും പലരെയും ഇങ്ങനെ ലത്തീൻ കത്തോലിക്കർ അല്ലാത്ത, പ്രത്യേകിച്ച് മുക്കുവരും അഞ്ഞൂറ്റിക്കാരും അല്ലാത്ത ആൾക്കാരെ ഇവർ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് അവർക്ക് സംവരണ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ അഡ്മിഷൻസിലും അതോടൊപ്പം തന്നെ തൊഴിലുകളിലൊന്നും അവർ കുത്തി നിറയ്ക്കുന്നുണ്ട്. 2010 തൊട്ട് പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ 2016 ഉത്തരവ് വന്നാലും അത് കൂടുതൽ ഈ കുറച്ചും കൂടെ ഒരു അധികാരം രൂപതകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് കൊടുത്തു. ഇത് ഭയങ്കര വളരെ വൈചിത്രമായിട്ട് തോന്നുന്നത് മത്സ്യബന്ധന മേഖല എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളെ. എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തുകയും രൂപതകൾ തന്നെ അവരറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ് എന്നുകൂടിയാണോ? അതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഈ ഇങ്ങനെ ഒരു ജിയോ ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്, കൃത്യമായിട്ട് അവർ കൊടുത്ത പരാതികളുടെ കോപ്പികളുണ്ട്. അത് പുറത്ത് പറയുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് പറയാം, അധികാരികളുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് പല റിക്വസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. 1993 മുതൽ പല പരാതികളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ
മാറ്റിമറിക്കാൻ. ഞാൻ ചോദിക്കുന്നതിൽ ഒന്ന് തോന്നുന്നത് ഫാദർ, ഈ പല വിഷയങ്ങൾ, പ്രതിഷേധ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സമുദായത്തെ, മത്സ്യബന്ധന മേഖലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ക്രൈസ്തവ സഭകൾ നയിച്ച ചരിത്രമുള്ള നാട് കൂടിയാണ് കേരളം. ഒരുപാട് പിറകിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട്, സഭകൾ അറിഞ്ഞുകൊണ്ട്, ബിഷപ്പ് ഹൗസുകൾ അറിഞ്ഞുകൊണ്ട് ഈ നീക്കം ഉണ്ടാവുകയാണ്. മത്സ്യബന്ധന മേഖലകളിലുള്ളവരെ ഒന്നടങ്കം ഈ രീതിയിൽ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അങ്ങനെയാണോ പറയുന്നത്? അത് വളരെ വളരെ ഞെട്ടലോട് കൂടിയ കേരളത്തിന് കേൾക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് തന്ത്രപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ വ്യക്തമായ അല്ലാതെയോ പലരും കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സംവരണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം. NDAയുടെ നേതാവ് കൂടിയായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കും ചേർന്നു. ശ്രീ വിഷ്ണുപുരം, ഇതിനകത്ത് വലിയൊരു അവഗണന നടന്നിട്ടുണ്ട്. അതൊരു കേരളത്തിൻ്റെ മത്സ്യബന്ധന മേഖല എന്താണ് എന്നുള്ളതൊക്കെ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഉപരിയായിട്ട് നിൽക്കുന്നത് ഇതിലൊരു മതമാറ്റം നടക്കുന്നുണ്ട്, സമുദായ മാറ്റം നടക്കുന്നുണ്ട്. ഈ ജാതി മാറ്റമൊക്കെ തൊഴിൽ കിട്ടും, സംവരണ ആനുകൂല്യം അട്ടിമറിക്കാം, ഇങ്ങനെ ഒരു വളഞ്ഞ വഴിയിൽ കൂടെ സംവരണ ആനുകൂല്യം കിട്ടാം, അതിന് നിങ്ങൾ മതം മാറിക്കൊള്ളൂ എന്ന് പറയുന്നിടത്ത് അതിനകത്ത് രൂപതാധ്യക്ഷന്മാരടക്കം സഹായം കൊടുക്കുന്നുണ്ട് എന്ന് സമുദായ അംഗങ്ങൾ തന്നെ പരാതികൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടത്, ഈ വിഷയത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തൊട്ടാലും അനങ്ങിയാലും ഒക്കെ നടത്തുന്ന ഹൈന്ദവ സംഘടനകളും NDAയും ഒക്കെ ഈ വിഷയം കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലേ? ഇത് ഒരു വലിയ ചർച്ചാ വിഷയമാക്കാൻ ഈ 2009 തൊട്ട് ഈ പരാതിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇതിലെ ഏത് വ്യക്തിക്കും മതം മാറാൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ജാതി മാറാൻ ഒരു ഭരണഘടനയും അധികാരം കൊടുത്തിട്ടില്ല. ഇത് ജാതി മാറ്റമെന്ന് പറയുമ്പോൾ ഒരു സംവരണത്തിന് വേണ്ടി ഒരു സാധാ ആൾ മാറിപ്പോകുന്നതല്ല. നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ലാത്തിൻ കത്തോലിക്കയിൽ ആൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ആ നെയ്യാറ്റിൻകര രൂപത തന്നെ പറയുന്നത് 2.5 ലക്ഷം പേരെ ഇത്തരത്തിൽ ലാത്തിൻ കത്തോലിക്കയിൽ ആക്കിയെന്നാണ്. നെടുമങ്ങാട് നെയ്യാറ്റിൻകര താലൂക്കിൽ കടൽ എവിടെ ഇരിക്കുന്നു? നേരത്തെ ആരും പറയില്ല. അല്ല, ശ്രീ വിഷ്ണുപുരം ഇടപെടുന്ന ശ്രമിക്കുന്നത് 2.5 ലക്ഷം എന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. അതൊരു ചെറിയ വിഷയമൊന്നുമല്ല, കേട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. 2 ലക്ഷം ഇതൊരു രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ലോ അല്ലേ? അങ്ങനെ 2.5 ലക്ഷം എന്നുള്ള ഫിഗർ ആ ബിഷപ്പ് ഹൗസ് പറയണേ, ഞാൻ പറയുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ 4% സംവരണത്തിന് വേണ്ടി അങ്ങോട്ട് മാറുന്നു. SIUC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച 1% ആളുകൾ അതിൽ നിന്ന് മാറുന്നു. SIUC സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, 2 വർഷം കഴിഞ്ഞാൽ LC സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇതൊന്നും ആരും പറയില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തും. എന്തായാലും അത്ഭുതം തോന്നുന്നു, ആ സഭയിൽ തന്നെ ഒരു വൈദികൻ നട്ടലോടുകൂടി പറയാൻ തയ്യാറായത് എന്തായാലും സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിന് ഇനി നാളെ പള്ളി ഉണ്ടാവുമോ, ഇത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഭംഗിയായിട്ടവരെ അറിയാം. നെയ്യാറ്റിൻകര രൂപത ഈ മത്സ്യമേഖലയിലുള്ളവരും രണ്ടും കൂടി തർക്കം വന്നപ്പോഴാണ് നാടാർക്ക് വേണ്ടി ഒരു രൂപത രൂപീകരിച്ചത്. നാടാർ രൂപതയിൽ പൊഴിയൂർ ഭാഗം നെയ്യാറ്റിൻകര വരണയാണ്. പക്ഷേ ആ നെയ്യാറ്റിൻകര രൂപതയിൽ അത് പെടുത്തിയില്ല. കോവളം ഭാഗം നെയ്യാറ്റിൻകരയിൽ വരണമാണ്, അത് പെടുത്തിയില്ല. അതെല്ലാം തിരുവനന്തപുരം രൂപതയിലാക്കിയിട്ട് നാടാർ രൂപീകരിച്ചിട്ട് അവിടെ നടക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് 2009 മുതൽ ഇങ്ങോട്ട് എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 10ൽ കുറയാതെ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി സഖാവിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ കേളു മിനിസ്റ്റർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കാത്തത് കൊണ്ടല്ല, ഒരു സംഘടിത വിഭാഗത്തിനെ എതിരെ ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇന്നത്തെ ചർച്ചയിലും അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അവരുടെ ഭാവിക്ക് ദോഷം വരുമോ എന്നുള്ളത് കൊണ്ടാണ്. പാവപ്പെട്ട കട്ടമരത്തിലും ചൂണ്ടയുമിട്ട് വലയും വീശി കഴിയുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വീട്ടക്കുകാരന് മുറുക്കാൻ കട ചെയ്യേണ്ട ഗതികേട് വരുത്തിയത് നെയ്യാറ്റിൻകര രൂപതയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നാടാർ സമുദായമാണ്. എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് എല്ലാത്തിലും. അതിൽ ഞാനൊന്ന് പറയുന്നു, എൻ്റെ സമുദായ അംഗങ്ങൾക്ക് 500 പേർക്കാണ് ജോലി ഈ ലാത്തിൻ കത്തോലിക്കെന്ന് കിട്ടിയാൽ എണ്ണത്തിൽ ഞാൻ പറയുന്നു 50 പേരെ മത്സ്യമേഖലയിൽ നിന്നുള്ളവർക്കുള്ളൂ. 450
എൻ്റെ സമുദായം തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒളിച്ച് പറ്റിച്ച ബിഷപ്പുമാരുടെ വാക്കും കേട്ട് കള്ളമായിട്ട് ജോലി വാങ്ങിക്കാതെ എൻ്റെ സമുദായം തൻ്റെ ഇടമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് ജോലി വാങ്ങിച്ച് അന്തസ്സായിട്ട് പോകണം. ഇതൊക്കെ അന്വേഷണം വരും. ഇന്നല്ലെങ്കിൽ നാളെ അന്ന് ഇങ്ങനെ ജോലി വാങ്ങിച്ചവരുടെ ജോലികൾ പോകും. ഒരു ചെറിയ സർവേ നടത്തട്ടെ. ഇതേ തന്നെ പരസ്യമായിട്ട് അച്ഛന്മാർ പറയുന്നില്ല, ഒരച്ഛനെ പറഞ്ഞുള്ളൂ. അവരുടെ ഇടയിൽ ഒരു സർവേ നടത്തട്ടെ, ഇത് ക്രൂരകൃത്യമാണ്, തെറ്റ് എന്ന്. ഇത്തിരിയും ഒരു മാരകമായ തെറ്റ് ചെയ്തിട്ട് ഒരു ക്രൈം എടുത്തിട്ടില്ല. ശ്രീ വിഷ്ണുവര ചന്ദ്രശേഖരൻ, 2018 എന്ന് പറയുമ്പോൾ ഇത് ഭരിച്ച രണ്ട് മുന്നണികൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. സ്വാഭാവികമായിട്ടും വോട്ട് ബാങ്കാണ്. UDF-ഉം LDF-ഉം അനങ്ങുന്നില്ല എന്നുള്ളത്. നെയ്യാറ്റിങ്കര BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ഷെയർ അങ്ങനെ ഉയർത്തിയ മണ്ഡലം. നല്ല സ്ട്രോങ് ബെൽറ്റ് ഉണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ഇനിയും വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. ഈ വിഷയങ്ങളൊക്കെ അന്നൊന്നും ഈ പ്രചാരണ സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ? അന്ന് ഈ മത്സ്യബന്ധന മേഖല ഇതൊന്നും പറഞ്ഞില്ലേ? ഈ പ്രചാരണ സമയത്ത് പോലും ഈ കാര്യമൊന്നും പുറത്തേക്ക് വന്നു പോലും ഇല്ലല്ലോ. അല്ല, അതൊന്നും പറയില്ല. കാരണം ഒരു പള്ളിയുടെ കീഴിലാണ് ഈ ജനം നിൽക്കുന്നത്. ആ മത്സ്യമേഖലയിലെ തൊഴിലാളികളെ മുഴുവന് ആ ലാത്തിൻ കത്തോലിക്ക സഭയുടെ പരിചയമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. സമരങ്ങൾക്ക് എന്ത് സമരം എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഇത് തന്നെ ഇന്ന് ഈ ചാനല് അവിടെ പോയിട്ട് ഈ സംവരണ കാര്യം അവർക്കറിയില്ല. തിരുവായ്ക്ക് എതിർവായില്ലാതെ അഭിപ്രായം പറയാതെ വളർത്തിയെടുക്കുന്ന കടലോരത്തെ ഒരു സമൂഹമാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പം നമ്മുടെ KLCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈ പാനലിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എറണാകുളത്ത് വെച്ചൊരു മീറ്റിങ്ങിൽ ഞാനിത് ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം ബിഷപ്പിനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചൊടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കുറ്റം അച്ഛൻ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ആര് പോയാലും സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം അവരെ കുടുംബ രജിസ്റ്ററിൽ പെടുത്തുന്നു. കുടുംബ രജിസ്റ്റർ വില്ലേജ് ഓഫീസർ പരിശോധിക്കുമോ? ആരും പരിശോധിക്കില്ല. അത് കഴിഞ്ഞാൽ ബിഷപ്പ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് കൊടുക്കുന്നു. ഇപ്പോൾ കാഞ്ഞിരമാളം മേഖലയിൽ അവിടെ ഒരു പള്ളി പണിയണുണ്ട്. പള്ളി പണിയണത് കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോടെ 50,000 രൂപ വാങ്ങിക്കുന്നു എന്നാണ് അവിടുത്തെ ഒരു പ്രവർത്തകൻ ഇന്ന് ഇവിടുത്തെ ഈ ചാനലിൽ കൂടി തന്നെ പറയുന്നത് കേട്ട്. അതൊക്കെ സത്യമാണ്. ഇതെല്ലാം മാറണമെങ്കിൽ ഞാൻ തിരികെ വരാം. ഏതായാലും അഡ്വക്കേറ്റ് ഈശ്വർ തോമസ് എന്താണ് പറയാനുള്ളത് എന്നുള്ള കേൾക്കണം. പക്ഷേ അതിനു മുമ്പ് ശ്രീ ജോർജ് പടിപ്പാറ, പല വിഷയങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട്, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. മത്സ്യബന്ധന മേഖല ഈ തരത്തിൽ തിരുവനന്തപുരം തൊട്ട് അങ്ങ് ആലപ്പുഴയും കടന്നിട്ട് ഇത് അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് അവർ അറിയാതെ പോവുകയാണെങ്കിൽ അത് വലിയ വിഷയമാണ്. അത് ഇങ്ങനെ ഒരു ചർച്ചയിലൊന്നും ഒതുക്കേണ്ട കാര്യമൊന്നുമല്ല. അതാണ് കാതലായിട്ടുള്ള വിഷയം. മറുവശത്ത് നിങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടും, നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം വളഞ്ഞ വഴിയിലൂടെ, അതായത് ഇതൊരു വിശ്വാസപ്പുറത്തുള്ള മതപരിവർത്തനം പോലുമല്ല, അതല്ലാതെ രൂപത അധ്യക്ഷന്മാർ അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ക്രൈം ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ ജോർജ് പടിപ്പാറ, ഞാൻ പക്ഷേ ചോദിക്കുന്ന ആ വിഷയമല്ല. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കുമ്പോൾ, ഈ പ്രതിഷേധിക്കുന്നവർക്ക് വടി കൊടുക്കുന്ന ഒരു നിലപാട് ഇങ്ങനെ ഇത് ക്രൈസ്തവ സഭകൾ അറിഞ്ഞുകൊണ്ടും അധ്യക്ഷന്മാർ അറിഞ്ഞുകൊണ്ടുമാണെങ്കിൽ പ്രതിരോധിക്കാൻ പോലും ഒരു ശബ്ദം പോലും ഉയർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മറുവശത്തിന് ഇങ്ങനെ അടിക്കാൻ വടി കൊടുക്കാൻ എങ്ങനെ ധൈര്യമുണ്ടാകുന്നു ബിഷപ്പ് ഹൗസുകൾക്ക് എന്നൊരു ചോദ്യം ഞെട്ടലോടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് ഇത് ഉന്നയിക്കുന്ന വിഷയം വളരെ സങ്കീർണമാണ്, അതേസമയം തന്നെ വളരെ ഗൗരവ സ്വഭാവമുള്ളതുമാണ്. അതായത് മതപരിവർത്തനത്തിനെതിരെ അല്ലെങ്കിൽ മതം മാറ്റലിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വരുന്നു. അതിലേറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് ക്രൈസ്തവർ തന്നെയാണ്. അതിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലെ കന്യാസ്ത്രീകളുടെ എപ്പിസോഡ്. അതിൽ ഈ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികളെല്ലാം, ജനാധിപത്യ കക്ഷികളെല്ലാം അതിശക്തമായിട്ട്, കേരളത്തിൽ മാത്രമല്ല പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ശക്തമായ ഇടപെടൽ നടത്തി. ഒടുവിൽ BJP പോലും അതിന് വഴങ്ങിക്കൊണ്ട് ജാമ്യവ്യവസ്ഥകള് വലിയ ജാമ്യത്തിനെ എതിർക്കാതെ ഒരു പരിധിവരെ അവരും അതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ മതപരിവർത്തനത്തിന് ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഇങ്ങനെ മതപരിവർത്തനത്തിന് അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ക്രൈസ്തവ സഭകൾ ഒത്താശ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഇത്തരം സംഘടനകൾ, സംഘപരിവാർ സംഘടനകളാവട്ടെ അല്ലാത്തവരാകട്ടെ, അതിനെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, പ്രതിഷേധിക്കാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെടുകയാണ്.
അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മനുഷ്യര് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു. അതായത് ലത്തീൻ സഭയിലേക്ക് കൺവെർട്ട് ചെയ്താൽ അല്ലെങ്കിൽ മാറിയാൽ, ലത്തീൻ സമുദായത്തിലേക്ക് മാറിയാൽ 4% സംവരണമുണ്ട്. ഈ 4% സംവരണം ഉണ്ട് എന്നുള്ളത് ഒരു വശത്ത്. മാത്രമല്ല, ലത്തീൻ സമുദായത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിലുള്ള പാവപ്പെട്ട മനുഷ്യരാണ് അവര്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഭൂരിപക്ഷം പേരും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ കടലിൽ പോകുന്നു, അങ്ങനെ മത്സ്യം വിൽപ്പന നടത്തുന്നു. അങ്ങനെയുള്ള ഒരു സമുദായമാണ്. അവരിൽ നിന്ന് വളരെ കുറച്ച് പേരെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുള്ളൂ. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ PSC, UPSCയിലൊക്കെ പങ്കെടുക്കുന്നുള്ളൂ. വളരെ പഴയ 2000-ലെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെ ഒരുപാട് തസ്തികകൾ അവർക്ക് അർഹമായത് നികത്താൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു അവസരമായിട്ട് ആളുകൾ കണക്കിലെടുക്കുകയാണ്. ആ സമുദായത്തിലേക്ക് മാറിയാൽ 4% സംവരണം. പട്ടികജാതി പട്ടികവർഗത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രീമി ലെയർ ഒക്കെ ഉണ്ട്. പിന്നോക്ക വിഭാഗത്തിനാണെങ്കിൽ ക്രീമി ലെയർ പ്രശ്നമുണ്ട്. ഇതിലേക്ക് മാറിയാൽ ആ പ്രശ്നവുമില്ല. അപ്പൊ നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ 2 ഗുണമുണ്ട്. ഒന്ന്, 4% സംവരണം. അവർ പ്രായേണ മത്സര പരീക്ഷകളിൽ പിന്നോക്കം പോകുന്നവരാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഏറെ മുന്നോക്കമുള്ളവരല്ല. അപ്പൊ ആളുകൾ പരീക്ഷ എഴുതാനുള്ളവരുടെ എണ്ണം കുറവ്, ഇന്റർവ്യൂ പോലുള്ള ആ ഘട്ടങ്ങളിലേക്ക് എത്തുന്നവർ അതിനേക്കാൾ കുറവ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് മറ്റ് സമുദായങ്ങളിൽ നിന്ന്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ, അത് നാടാർ ക്രിസ്ത്യൻ ആവട്ടെ, നാടാർ ഹിന്ദു ആവട്ടെ, അതല്ലെങ്കിൽ CSI ആവട്ടെ, മറ്റേതെങ്കിലും വിഭാഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ പക്കാ ഹിന്ദു ആവട്ടെ, അല്ലെങ്കിൽ വെറും കത്തോലിക്കരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ, ഇവരെല്ലാം അവനവന്റെ നേട്ടത്തിന് വേണ്ടി ഈ ജോലി കിട്ടാനുള്ള ഒരു സൗകര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ലത്തീൻ സമുദായത്തിലേക്ക് മാറുമ്പോൾ അതിന് എളുപ്പത്തിൽ സാധ്യമാകുന്ന രീതിയിൽ നിയമങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ സമുദായം മാത്രമല്ല, മാറുന്ന മനുഷ്യർ മാത്രമല്ല, അതിന് അരുനിൽക്കുന്ന അധികാരികള് അല്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാരുകളും ഒരുപോലെ കുറ്റക്കാരാണ്. ഇവിടെ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ, ഇത് 2.5 ലക്ഷം പേര് ഇത്തരത്തിൽ മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ലത്തീൻ കത്തോലിക്ക സഭയിലേക്ക് മാറി ഗസറ്റിലൊക്കെ ഇപ്പൊ ഇതിനകത്ത് അത്യാവശ്യം സങ്കീർണതകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ്, ഇപ്പോ ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആദ്യം തന്നെ 2-3 ആഴ്ച അതിനകത്തേക്ക് മാറുന്നു, 2-3 ആഴ്ച പള്ളിയിൽ പോകുന്നു, അങ്ങനെ അച്ഛൻ കുടുംബ രജിസ്റ്റർ ചേർക്കുന്നു, അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ നേരെ ബിഷപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, സമുദായ അംഗമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ സർട്ടിഫിക്കറ്റും കൊണ്ട് വില്ലേജ് ഓഫീസർ അടുത്ത് പോകുന്നു, വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ പ്രോസസ്സ് പൂർത്തിയാക്കുന്നു, അയാൾ ലത്തീൻ കത്തോലിക്ക സഭാംഗമാകുന്നു. അവർക്ക് നിയമാനുസൃതമുള്ള 4% സംവരണത്തിന് അർഹത നേടുന്നു. ഇതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2.5 ലക്ഷം പേരോളമൊക്കെ ഈ പറഞ്ഞ നെയ്യാറ്റിൻകര രൂപതയുടെ പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നെടുമങ്ങാട് നെയ്യാറ്റിൻകര മേഖലയിൽ വരുന്ന 2.5 ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് ഈ രീതിയിൽ ലത്തീൻ കത്തോലിക്ക സഭയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും വ്യാപകമായ രീതിയിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്രയോ മുമ്പേ ഈ കാര്യത്തിൽ പ്രതിഷേധം ഉയരേണ്ടതായിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കൂട്ടപരിവർത്തനത്തിനെതിരെ, അല്ലെങ്കിൽ ഈ പോക്കിനെതിരെ എന്നോ പ്രതിഷേധം ഉയരേണ്ടതായിരുന്നു. ഇപ്പൊ ഇതൊരു വാർത്തയാകുന്നത് ഇപ്പൊ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റും അതുപോലെ രാജ്യവ്യാപകമായിട്ട് ഈ പറഞ്ഞ സംഘടനകൾ പലതും, സംഘപരിവാർ സംഘടനകൾ മതപരിവർത്തനത്തിനെതിരെ ഒക്കെ വലിയ ശബ്ദമുയർത്തുമ്പോൾ ഈ വിഷയം പൊന്തി വരുന്നത് യാദർച്ഛികമാണോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതോ പർപ്പസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ശക്തി കിട്ടുമെന്ന നിലയ്ക്കാണോ ഈ ചർച്ച ഉയരുന്നത്, ഇതൊക്കെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. അതായത് സംവരണ ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് ഭരണഘടനാനുസൃതമായിട്ട് സർക്കാരും സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു സൗജന്യമാണ്, അല്ലെങ്കിൽ ഒരു ആനുകൂല്യമാണ്. ഈ ആനുകൂല്യം അർഹതയില്ലാത്തവർ കൈയടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപരാധമാണ്, വലിയൊരു തെറ്റാണ്. ആ സമുദായത്തിലെ അർഹതയുള്ള യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളോട് പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്ന, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിൽക്കുന്ന ആ മനുഷ്യർക്ക് മുഖ്യധാരയിലേക്ക് വരാനായിട്ട് സർക്കാരും സംവിധാനവും ചെയ്തു കൊടുക്കുന്ന ഒരു ആനുകൂല്യത്തെ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഈ സംവിധാനത്തിലെ ശ്രീ ജോർജ് പടിപ്പാറ, ഞാനത് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഈ സമയത്ത് വന്ന ഒരു വാർത്തയാണെന്നുള്ളത് വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തനം നമ്മളൊപ്പം, ഞാൻ പ്രദീപിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. പക്ഷേ ഇതിനൊരു ചോദ്യമാണ്, നമ്മളും ചോദിച്ചു, എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരാറുണ്ട് മത്സ്യബന്ധന മേഖല, അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ട്.
പക്ഷേ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായമൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ വിഷ്ണുപുരം മാത്രമല്ല പറയുന്നത്, ഫാദർ ലാബ്രൻ യേശുദാസും നമുക്കൊപ്പമുണ്ട്. അങ്ങനെ ഈ KLCയുടെ മുൻ ഭാരവാഹികളടക്കം പറയുന്നുണ്ട് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം ഒന്നുമല്ലല്ലോ, ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നടന്നു പോവുകയാണെന്ന് പറയുമ്പോൾ ഇത് ഇത്രയും 2.5 ലക്ഷം പേരോളം ചേർന്ന് കഴിഞ്ഞ ഒരു സംഭവത്തില് എത്രയോ മുമ്പേ വരേണ്ടതായിരുന്നു എന്നുള്ളതൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഇത് വരുമ്പോ വേണമെങ്കിൽ മറുഭാഗത്തുള്ളവർക്ക് ഇത് ഒരു മാനിപ്പുലേറ്റഡ് അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ട് ഈ സമയത്ത് ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ ഒരു ആരോപണം വരാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ മതങ്ങളും ആത്യന്തികമായിട്ട് ശക്തി വർദ്ധിപ്പിക്കാൻ, അതായത് സഭാംഗങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് ആ ശക്തി കാണിച്ച് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോട് വില പേശുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കേരളവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. അവിടെ ബലി കൊടുക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരു സമുദായത്തിന്റെ താല്പര്യങ്ങളാണ്, അവരുടെ അർഹതയാണ്, അവരുടെ അവകാശമാണ്, അവർക്ക് ഭരണഘടന നൽകുന്ന ആ ഒരു ആനുകൂല്യത്തെയാണ് കവർന്നെടുക്കുന്നത്. അത് പക്ഷെ ആ സമുദായങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കുന്നുണ്ടോ? അവരെ പോലും വേണമെങ്കിൽ ശക്തി പറഞ്ഞ്, അതായത് നമ്മുടെ സമുദായം ശക്തിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം 2.5 ലക്ഷം, അല്ലെങ്കിൽ ഈ രൂപതയിൽ മാത്രം പുതുതായി രൂപീകരിച്ച് ഈ രൂപതയിൽ മാത്രം 2.5 ലക്ഷം വിശ്വാസികൾ വർദ്ധിച്ചു എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന വിശ്വാസികളുണ്ടാകാം, സമുദായാംഗങ്ങളുണ്ടാകാം. പക്ഷെ അവരറിയുന്നില്ല അവരുടെ ചെലവിലാണ്, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരം അതാണ് ആ ഒരു പോയിന്റാണ്. അങ്ങനെ തീർച്ചയായിട്ടും ശ്രീ ജോർജ് പറ, അങ്ങനെ ഒരു സമുദായം ഇത് അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ഷെറി തോമസ്, 2 വിഷയമാണ്. ഇപ്പം താങ്കൾ തന്നെയാണ് ഇതിന് മറുപടി പറയാനുള്ളത്, ആ സമയം തന്നെ താങ്കൾക്ക് തരാം. പക്ഷേ ഒരു ചോദ്യമാണ്, അത് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് കൂടിയാണ്. ഛത്തീസ്ഗഡിലോ ചണ്ഡീഗഡിലോ ഒക്കെ മിഷണറിമാർ ചെല്ലുകയും വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ മതപരിവർത്തനം നടത്തി എന്നുള്ള കേസിൽ അകത്താക്കുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഈ തരത്തിലല്ല നടക്കുന്നത്, ഇത് ഏതെങ്കിലും തരത്തിലൊരു മതപരിവർത്തനമല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല നടക്കുന്നത് എന്നൊക്കെ വാദിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇതൊരു പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗത്തിന് വടി കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ ഈ സംവരണ ആനുകൂല്യമോ ജോലിയുടെ ഒന്നും ആയിരിക്കില്ല, ഇതിനേക്കാളൊക്കെ എത്രയോ വലുതായിരിക്കും. അത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ രൂപതാധ്യക്ഷന്മാർക്ക്? ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. വസ്തുതാപരമായി ചില പെശകുകൾ മുമ്പ് സംസാരിച്ചപ്പോൾ കയറി വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഈ സംവരണം എന്ന് പറയുന്നത് ആനുകൂല്യമല്ല, ഭരണഘടനാപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 14 ശേഷം 15-ലും 16-ലും ഒക്കെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ്, അധികാരികൾക്ക് തോന്നുകയാണ്, അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന റെപ്രസെന്റേഷനാണ് സംവരണം, അല്ലാതെ അത് ആരുടെയെങ്കിലും ഔദാര്യത്തിന് കിട്ടുന്ന ആനുകൂല്യമല്ല. ഒരു കാര്യം. രണ്ടാമത്തത്, ഇവിടെ ചില സർട്ടിഫിക്കറ്റുകൾ ആരെങ്കിലും അങ്ങനെ വാങ്ങുന്നു എന്നത് സംബന്ധിച്ചാണല്ലോ തർക്കം. വ്യക്തിപരമായി ആദ്യമേ പറയട്ടെ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി വിഭാഗം മാത്രമല്ല, 12 രൂപതകൾ ലത്തീൻ കത്തോലിക്കർക്കുണ്ട്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കൊല്ലം, പുനലൂർ, വിജയപുരം, കൊച്ചി, വരാപ്പുഴ, അങ്ങനെ കണ്ണൂർ വരെയുള്ള 12 രൂപതകളുണ്ട്. ഈ 12 രൂപതകളിലും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബിഷപ്പുമാർ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 2012 ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ബിഷപ്പുമാർ നൽകുന്ന കത്ത് വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന് സഹായകരമായ രേഖയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതൊരു അതോറിറ്റി ആയിട്ടല്ല ഇപ്പൊ കൊടുത്തു വരുന്നത്. പക്ഷെ അതിനകത്തും തർക്കങ്ങൾ വേറെ നിലവിലുണ്ട്. അല്ല, ഞാൻ ഇടപെടുന്നല്ല, ഞാൻ താങ്കൾക്ക് തന്നെ വരാം. ഞാൻ ഈ നമുക്ക് ചോദിച്ചുമ്പോൾ ഈ സംശയം അങ്ങ് മാറുമല്ലോ. ഇത് വില്ലേജ് ഓഫീസർമാരും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുകൂടെ ഇടപെട്ടാണ് ചെയ്യുന്നത്. ഇതൊരു കോക്കസ് ആണ്, ഇതുകൂടെ അവരും കൂടെ ഇടപെട്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ആരോപണമൊക്കെ വലിയ തരത്തിലുണ്ട്. ഒരു 2010 ഇറങ്ങിയ ജിയോ മുക്കുവ 500 വിഭാഗങ്ങൾ എന്നുള്ള പേര് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ജിയോ ഇറക്കിയെങ്കിൽ, ആ ജിയോ ഇറക്കിയതിന് പിറകിൽ തന്നെ ഇങ്ങനെ കളികളുണ്ട് എന്ന് ഫാദർ ലാബ്രൻ യേശുദാസ് അടക്കം പറയുമ്പോൾ, അങ്ങനെയാണല്ലോ കൃത്താഡ്സ് കൊടുത്ത മറുപടിയിൽ, ആ രേഖയിൽ അതില്ല, കൃത്താഡ്സ് കൊടുത്ത മറുപടിയിൽ ഇല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിഷയം ജിയോയിൽ വരുമ്പോൾ ഇതിനകത്ത് അട്ടിമറി ജിയോയിൽ തൊട്ടേ നടന്നിട്ടുണ്ട്. അപ്പോൾ ജിയോ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ ഏത് വില്ലേജ് ഓഫീസർ ഇതിനകത്ത് പ്രതിരോധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? നമ്മൾ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി പറയാൻ പറ്റില്ലോ. ജിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ലത്തീൻ കത്തോലിക്ക മുക്കുവ, ലത്തീൻ കത്തോലിക്ക ഈഴവ, ലത്തീൻ കത്തോലിക്ക നാടർ എന്നിങ്ങനെ ഏത് ഉപവിഭാഗങ്ങളാണെങ്കിലും
സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്ന് കൊടുക്കണം എന്നാണ്. അതിനർത്ഥം ഉപവിഭാഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ. ആ ഉപവിഭാഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ LC എന്ന് കൊടുക്കുന്നതിന് കാരണം പറഞ്ഞുകൊണ്ടാണ് ജിയോ വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് 4370 തസ്തികകൾ കേരളത്തിലെ 10 വർഷത്തെ മാത്രം കണക്കിൽ ലാറ്റിൻ കാത്തലിക് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല. അത് ക്ലാസ് 3 ക്ലാസ് 4 മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്രമാത്രം ഒക്കെ എളുപ്പത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ തസ്തികളും പൂരിപ്പിച്ച് വരണ്ടേ, ഫില്ല് ചെയ്ത് വരണ്ടേ. അതിനൊപ്പം അതാണ് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്കതിലൊരു ഒരു ആശയക്കുഴപ്പം വരുന്നത് കാരണം ഇത് നമ്മൾ ഫോളോ ചെയ്യാത്തൊരു വിഷയമായതുകൊണ്ടാണ്. ഫാദർ ലാബ്രിൻ യേശുദാസ്, ഇത് അതായത് ഈ ഉപജാതി വിഭാഗങ്ങൾ കൂടി കൃതാർത്ഥിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിൽ സാങ്കേതികമായിട്ട് വിഷയമില്ല എന്നാണ്, അങ്ങനെയാണോ? അതായത് കൃത്താർട്സിൻ്റെ മറുപടിയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിലവിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ ഉപജാതികളൊന്നുമില്ല. വിച്ച് മീൻസ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തിയവരും അവരുടെ പിന്തലക്കാരുമാണ് ലത്തീൻ കത്തോലിക്കരായി അറിയപ്പെടുന്നത്. എവിടെ ഉപജാതി പറഞ്ഞിട്ടുള്ളത്? അവരെ നിഷേധിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് അഡ്വക്കേറ്റ് ഷെറി തോമസ്, ഈ സംവരണം ലത്തീൻ കത്തോലിക്കർ എന്ന്, കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് അത് പ്രതിനിധാനം ചെയ്യുന്നത് മത്സ്യബന്ധന മേഖലയാണ്. മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇത് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും കിട്ടില്ലല്ലോ. അവർക്കാണ് ഈ സംവരണം കിട്ടേണ്ടത്. അങ്ങനെ അഭിപ്രായം നിങ്ങൾക്കില്ലേ? ഇല്ലെങ്കിൽ അത് പറയണം. അത് തെറ്റായ ഒരു കാര്യമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളവർ മാത്രമല്ല നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ലാറ്റിൻ കാത്തലിക്കായിട്ടുള്ളത്. എല്ലാ ആളുകളും പല വിഭാഗങ്ങളിൽ വന്നവരുണ്ട്. ആ വന്നവരിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിച്ച് ലാറ്റിൻ കാത്തലിക് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ജിയോയിലുള്ളത്. ആ ജിയോ ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ല ഇത്തരം ചർച്ച വന്നത്. ഇതിന് ഞാൻ ചേർത്ത് പറയാം, നെയ്യാറ്റിൻകര രൂപതയിൽ 2.5 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ രേഖകൾ പരിശോധിക്കാം. നെയ്യാറ്റിൻകര രൂപതയിൽ 2000-ന് ശേഷം ആ രൂപത രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സബ് സെന്ററുകളാണ് പിന്നീട് ദേവാലയങ്ങളായിട്ട് വന്നത്. അവിടെ കുറെ ആളുകളുടെ രേഖകൾ, അച്ഛന്റെയും അമ്മയുടെയും രേഖയിൽ ലാറ്റിൻ കാത്തലിക് എന്ന് ഇരിക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു രേഖ ഇരിക്കെ, ഉപജാതി ഇരിക്കെ, പിന്നീട് കുട്ടികളുടെ എഴുതി വന്നപ്പോൾ തെറ്റായി എഴുതിയത് തിരുത്തപ്പെട്ട സംഭവങ്ങളാണ് രാവിലെ ചൂണ്ടിക്കാണിച്ചത്. അത് രേഖാമൂലം അപേക്ഷ കൊടുത്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് വന്നതാണ്. അങ്ങനെ തിരുത്തിയത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് ശേഷമാണ്. ഒരു കുട്ടിക്ക് ജാതി സർട്ടിഫിക്കറ്റ് 2.5 ലക്ഷം എന്ന് പറയുന്നത് പുതുതായി മാറിയതല്ല, നേരത്തെ ഉള്ളവർ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ തിരുത്തിയതാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കിയതാണ് എന്നാണോ? 2.5 ലക്ഷം എന്ന കണക്കല്ല, ഇങ്ങനെ മതം മാറ്റി അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വന്ന ഈ 2.5 ലക്ഷം എന്ന് പറയുന്ന ഒരു കണക്ക്, അത് ഇപ്പൊ വിഷ്ണുവരം പറഞ്ഞത് അത് ബിഷപ്പ് ഹൗസിൽ നിന്ന് പറയുന്ന കണക്കാണ്. നമുക്കതറിയില്ല. എന്താണ് അതിന്റെ ഒരു വസ്തുത? 2.5 ലക്ഷം രൂപതയുള്ള സമയത്തുള്ള ജനസംഖ്യ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. രൂപത ആളുകളില്ലാതെ വെറുതെ രൂപത തുടങ്ങി പിന്നെ ആളുകളെ ചേർത്ത് 2.5 ലക്ഷം ഈ ആഡഡ് 2 ലക്ഷം ഇല്ല എന്നാണോ? അത് അങ്ങനെ ഇല്ല. അതിന് കൃത്യമായ മറുപടി നെയ്യാറ്റിൻകര രൂപതയിലെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു കണക്ക് സഹിതം. രൂപത രൂപീകരിക്കപ്പെട്ട സമയത്ത് അവിടെ അതുവരെ കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സമുദായ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് രേഖകളിൽ ഉണ്ടാവേണ്ടത്, ഏതാണ് യഥാർത്ഥത്തിൽ വരേണ്ടതെന്ന് അവർ നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ കൊടുത്ത് ആളുകൾ ബോധവൽക്കരിക്കപ്പെട്ട് വന്നപ്പോൾ തെറ്റുണ്ടെന്ന് മനസ്സിലായ ആളുകൾ തിരുത്തിയ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ജാതിയുടെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യത്തെ സംവരണം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. മതമല്ല, ജാതി അല്ലെങ്കിൽ സമുദായമാണ് നോക്കുന്നത്. ഒരു നെയ്യാറ്റിൻകര രൂപതയുടെ അധികൃതരുടെ നമ്പർ കൂടി ഉണ്ട്. പിച്ചാർ എനിക്ക് ഒന്ന് അവരെ വിളിച്ചു തരണം. ഷെറി തോമസ് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ആ കണക്കറിയാം. 2.5 ലക്ഷം എന്നൊരു കണക്ക് അത് ഏത് വശത്ത് വന്നു എന്നുള്ളത്. ഫാദർ ലാബ്രിൻ, ഞാൻ തിരികെ എത്താം ഷെറിയിലേക്ക് തന്നെ. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് 2.5 ലക്ഷം എന്നൊരു കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണെന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞ പോലെ അത് ഏത് തരത്തിലാണ് ഇനി വ്യാഖ്യാനിക്കപ്പെടുക, ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ ഒരു കണക്കല്ലേ? അത് ഒരു വെറുതെ ഒരു ഹൈപ്പ് കൊടുക്കുന്ന ഒരു കണക്കാണോ? അതിൽ സത്യമുണ്ടോ ഫാദർ? അതിൽ ഇപ്പോൾ സത്യം കാണാൻ സാധ്യത കുറവാണ്. കാരണം അത്രയും ടോട്ടലുള്ള ചിലപ്പോൾ അത് നമ്പറായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഇത്രയും പേര് കൺവേർട്ട് ചെയ്ത് വന്നതായിട്ടുള്ള സാധ്യത തീരെ കുറവാണ്. ഒട്ടും അത് സാധ്യതയില്ലാത്ത ഒന്നാണ്. ഓക്കെ, ശരി. അപ്പോൾ അത് രണ്ട് വിഷയം, അതായത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇനി ഏത് തരത്തിലുള്ള ഫിഗറുകളും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടാം. അതൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണല്ലോ ഒരു വിഷയം. പ്രദീപ്, ഒറ്റ കാര്യം കൂടിയാണ് പ്രദീപ്, ഇതിന് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതാണ്. ഇത്തരം ചില ചർച്ചകൾ
നടക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കണമെന്ന് ഹൈന്ദവ സംഘടന ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിനകത്ത് അതെങ്ങനെയാണ് ഈ സമയത്ത് ഇതൊരു പ്ലാൻ ചെയ്യപ്പെടുകയാണോ? അങ്ങനെ സംശയം തോന്നിയാൽ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രദീപ്, ഈ പ്രതികരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുകൂടി പ്രദീപ് ഈ ഒരു വാർത്തയിലേക്ക് കടക്കുകയായിരുന്നു. നേരിട്ട് തന്നെ ഈ ജോലി കിട്ടാൻ വേണ്ടി താൻ മാറിയതാണ്, അത് തനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പ്രദീപിനോട് തന്നെ പലരും നേരിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി. അത് മറുപടി പ്രദീപ് പറഞ്ഞാൽ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. അന്ന് ഞാൻ ഇതൊന്ന് അന്വേഷിച്ചതാണ്. പക്ഷേ അറിയാമല്ലോ, ഒരു മാധ്യമപ്രവർത്തകൻ അപർണയ്ക്ക് അറിയാമായിരിക്കും, വളരെ എളുപ്പമൊന്നുമല്ല ഇത്തരം മാറുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുക എന്നുള്ളതൊന്നും വലിയ എളുപ്പമുള്ള കാര്യമല്ല. പലരും ഇത് മറച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പലവിധ കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റിയുമില്ല. ഇപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരാൻ എനിക്ക് സഹായകമായത് അത് ഈ രൂപതയുടെ തന്നെ ചില നിലപാടുകളാണ്. കാരണം നെയ്യാറ്റിൻകര രൂപത ഇതിൽ കൂടുതൽ ലഘൂകരിക്കാനായി, കാരണം കൂടുതൽ ആളുകൾക്ക് വളരെ സുഗമമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി ഈ നിബന്ധന മാറ്റണം എന്ന് പറഞ്ഞ് അവർ ഏതാനും മാസങ്ങളായി ഇപ്പോൾ ഒപ്പുചേർന്ന് നടത്തുകയാണ്. പള്ളികളിൽ സർക്കുലർ വായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഫാദറിന് അറിയാമായിരിക്കും. അത്തരത്തിലൊക്കെ നെയ്യാറ്റിൻകര രൂപത വീണ്ടും ഒരു സർക്കാരിൽ സ്വാധീനം ചെലുത്തി, സമ്മർദ്ദം ചെലുത്തി മുമ്പുള്ള ഉത്തരവുകൾക്ക് പകരമായി ഇനി 1947 എന്ന നിബന്ധന പൂർണ്ണമായും ഒഴിവാക്കി പുതിയൊരു ഉത്തരവ് വേണം. കാരണം അങ്ങനെ ലത്തീൻ കത്തോലിക്ക വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ വിഭാഗത്തിലുള്ള എല്ലാവർക്കും തന്നെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ലഭിക്കണം. അതിനുവേണ്ടി അവർ ശ്രമം തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആശങ്കപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലും മറ്റുമുള്ള യഥാർത്ഥ ലത്തീൻ കത്തോലിക്കർ എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. വളരെ സാമ്പത്തികമായി മറ്റ് പിന്നാക്കം നിൽക്കുന്ന അവരിൽ ചിലർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. അത്തരം ചിലരാണ് എൻ്റെ അടുത്ത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും ഇത് അന്വേഷിച്ച് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ 1-2 പേരുടെ ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട്. അവരെ ഹിന്ദു ആയ അച്ഛനും അമ്മയും അമ്പലത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു, അവർ ഹിന്ദു മതവിശ്വാസപ്രകാരം ജീവിക്കുന്നു, ഇപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നു. പക്ഷേ അവരുടെ മകന് 2 മക്കളും ലത്തീൻ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. അവർക്ക് യഥേഷ്ടം അത് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് 2009 നെയ്യാറ്റിൻകര രൂപത ഇറക്കിയൊരു ബുള്ളറ്റിൻ അതിൽ കൃത്യമായി പറയുന്നു, ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ സ്കൂൾ രേഖകളിലും മറ്റും ലത്തീൻ കത്തോലിക്ക എന്ന ജാതിക്കോളത്തിൽ ചേർക്കണം എന്ന് പറയുന്നു. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, പിന്നെ നമുക്കറിയാം നാടാർ സമൂഹത്തിലും മറ്റും ഒരു വീട്ടിൽ തന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു കൾച്ചറാണ് ഒരു കുറച്ച് നാളായി ഏതാനും കാലങ്ങളായി പിന്തുടരുന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ഞങ്ങളുടെ കുട്ടികൾക്കും ഇത് ലഭിക്കുമല്ലോ, അവർക്കെങ്കിലും തൊഴിൽ ലഭിക്കുമല്ലോ എന്ന ധാരണ മൂലം പലരും ഇത്തരത്തിൽ മാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് 2009 ഇതിന് ശേഷമാണ് മറ്റു പലരും അങ്ങനെ മാറിയിട്ടുള്ളത്. അതാണ് ആ കൂട്ടത്തോടെ ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അച്ചടി വകുപ്പ് ഡയറക്ടർ 2009 തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല. ജോർജ് പൊടിപ്പാറയെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് 2009 തന്നെ ഈ വിഷയം ഇതായിരുന്നു. അത് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അത് ഒരുപക്ഷെ അന്ന് എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കണ്ടെത്താൻ കഴിയാതെ പോയതാകാം. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വാർത്തയുടെയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെയോ ഗൗരവം. തീർച്ചയായിട്ടും ഞാൻ പ്രദീപിനോട് ചോദിച്ചത് അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരാം. നമ്മൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനാണെങ്കിലും പ്രദീപാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് അത് വ്യക്തമാക്കി പോകുന്നത് തന്നെയാണെന്നുള്ളത്. പ്രദീപ് സി നെടുമ്പൻ എന്നൊരു മാധ്യമപ്രവർത്തകനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത ഒരിക്കലും ഒരു പ്ലാൻ ചെയ്ത് വരികയല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മളത് കൃത്യമായി അത് ശ്രീ ജോർജ് പൊടിപ്പാറെ പോലെ ഒരാൾ പോലും ഇത് അദ്ദേഹത്തിൻ്റെ സംശയമായിരിക്കില്ല, ഇത് പലതരത്തിൽ വരാം. അത് നമുക്കത് വ്യക്തമായിട്ട് പറയാം. 2009 തന്നെ ഈ പരാതി ഉയർന്നു വന്നതാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അപ്പോഴും നിങ്ങളൊക്കെ ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്തു എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, നെയ്യാറ്റിൻകരയിൽ 2ാമതാണ് BJPയുടെ വോട്ട് ശതമാനത്തിൽ BJP നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇതൊരു വിഷയമായില്ല? നിങ്ങളൊരു പ്രതിഷേധം പോലും ഉയർത്തിയില്ല, അല്ലെങ്കിൽ ഇത് എവിടേക്കും പുറത്തു വന്നില്ല? എത്രയോ ചെറിയ വിഷയങ്ങളിൽ അകത്തൊക്കെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താങ്കളടക്കം നേരിട്ട് കൊടുത്ത പ്രതിഷേധങ്ങളൊക്കെ ഈ നാട്ടുകാരുടെ മുന്നിലുണ്ടല്ലോ. ഈ വിഷയത്തിനകത്ത് ഇത് പതുക്കെ പോയാൽ മതി, മെല്ലെ പോയാൽ മതി എന്നൊക്കെയാണോ? രാഷ്ട്രീയപരമായിട്ട് പോലും ഇതൊരു വലിയ കാര്യമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ഉയർത്തിപ്പിടിച്ചില്ല? അത് തെറ്റിദ്ധാരണയാണ്. കാര്യം 2005 മുതൽ നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കേസുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ തഹസിൽദാരുടെ മുന്നിലും 2008-09 ധർണ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എത്രയോ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെ സമീപിക്കുകയും ബിഷപ്പ് ഹൗസിലെ ധർണയ്ക്കൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ നിരന്തരം പറഞ്ഞാൽ മറുഭാഗം സംഘടിതനായതുകൊണ്ട് ആരും കേൾക്കില്ല, രാഷ്ട്രീയക്കാർ ആരും അത് മിണ്ടില്ല. ഞങ്ങൾ ഒരു കമ്മീഷനെ വച്ചു, അതായത് ഉമ്മൻചാണ്ടിയെ കണ്ടു വലിയ സമരം നടത്തിയാണ് ആ കമ്മീഷനെ വെച്ചതിൽ കേന്ദ്രാവിഷ്കൃത സംവരണം നടപ്പാക്കുന്നത് പോലെ കേരളത്തിൽ മതപരിഗണന കൂടാതെ സംവരണം നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഹരിഹരൻ നായർക്ക് ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി അങ്ങനെ മതപരിഗണന കൂടാതെ സംവരണത്തിന് വേണ്ടി കമ്മീഷനെ വെച്ചു.
4 മാസം കഴിഞ്ഞപ്പോൾ ലാത്തിൻ കത്തോലിക്ക വിശ്വാസിയായിട്ടുള്ള നെയ്യാറ്റിൻകര MLA സെൽവരാജ്, അതേ വിശ്വാസിയായ AT ജോർജ്, CSI വിശ്വാസിയായ ശക്തൻ, ഈ 3 പേരും സഭയിൽ ബഹളം വെച്ച് ആ ടേംസ റബറണ്ടം തന്നെ മാറ്റിക്കളഞ്ഞു. ഇല്ലാത്ത ക്രൈസ്തവരെ സംവരണമെന്നാക്കി. അപ്പോൾ ഇതൊരു 3 MLA ഉമ്മൻചാണ്ടിയെ മുൾമലയിലാണ് നിർത്തിയത്, രാജിവെച്ചുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 MLA പിന്നെ അസംബ്ലി കണ്ടിട്ടില്ല. അസംഘടിതരായതുകൊണ്ടാണ്. സംഘടിച്ച് തിരിച്ചോട്ടടിച്ചു. 3 പേരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഞങ്ങളെ ഇതിന്റെ രാഷ്ട്രീയ വിഷയം നമ്മൾ തുടക്കത്തിലേ ചോദിക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ് താങ്കൾ ഒന്ന് ക്ഷമിക്കണേ. ഇപ്പോൾ നെയ്യാറ്റിൻകര രൂപതയുടെ മോൺസിഞ്ഞോർ ശ്രീ ക്രിസ്തുദാസ്, VG ക്രിസ്തുദാസ് നമുക്കൊപ്പം. നെയ്യാറ്റിൻകര രൂപത പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അത് മാധ്യമ വാർത്തകളല്ല, സമുദായ അംഗങ്ങളുടെ ഭാഗത്താണ് വരുന്നത്. KLCയുടെ മുൻ ഭാരവാഹികൾ പറയുന്നു. ഫാദർ ലാബ്രൻ യേശുദാസ് ഇവിടെ ഇരിക്കുകയാണ്. ബിഷപ്പ് ഹൗസ് അറിഞ്ഞുകൊണ്ടാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ. 1-2 ആഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വികാരി കത്ത് തരും. ആ കത്തുമായിട്ട് പോയാൽ ബിഷപ്പ് ഹൗസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, സംവരണം കിട്ടും. അങ്ങനെ പ്പെടുന്ന ലത്തീൻ കത്തോലിക്ക സമുദായങ്ങൾ, മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, സംവരണം അടിച്ചു മാറ്റുന്നു. ഈ 1-2 മാസം മുൻപ് വന്ന് നാടാർ സമുദായത്തിൽ നടക്കം വന്ന് ഈ സമുദായത്തിലേക്ക് മാറുന്നവർ ബിഷപ്പ് ഹൗസ് അറിഞ്ഞുകൊണ്ടാണ് ഈ വിഷയം എന്നുള്ള വലിയ ആരോപണമുണ്ട്. ശരിയാണോ? പ്രിയപ്പെട്ട ന്യൂസ് 18 അത് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തില് മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പയുടെ നേതൃത്വത്തിൽ ആണ് ആഗോള സഭ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതില് ആഗോള സഭയിൽ കത്തോലിക്കരായിട്ടുള്ളതില് 95% ആളുകൾ ലത്തീൻ കത്തോലിക്കരാണ്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതില് കേരളത്തിൽ ഇന്ന് 12 ലത്തീൻ രൂപതകൾ ഉണ്ട്. 12 ലത്തീൻ രൂപതകൾ ഉണ്ട്. അതില് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അതിലങ്ങോട്ട് ആലപ്പുഴയൊക്കെ പോയി കഴിഞ്ഞാൽ 300 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, 500 ആൾക്കാരുണ്ട്. അതോടൊപ്പം പിന്നെ ഇവിടെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പോയി കഴിഞ്ഞാൽ 700 എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം മറ്റ് കടലോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ഉൾനാട് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായിട്ട് ഇന്ന് ഏകദേശം 18 ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്നാണ് ഒരു കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അത് നേരത്തെ രൂപതയിൽ സ്വാഭാവികമായിട്ട് ഇതില്, അതായത് ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് അതിൽ ജീവിക്കുന്നവരാണ് ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത്. നേരത്തെ രൂപതയിലുള്ളവരും അവർ തന്നെയാണ്. അവരത് മാറ്റി നിർത്താനായിട്ട് ഒരിക്കലും പറ്റുമെന്നില്ല. ആര് വിചാരിച്ചാലും, അത് രാഷ്ട്രീയക്കാര് വിചാരിച്ചാലും നടക്കില്ല. അല്ല, നമ്മള് ആ സഭാ അംഗങ്ങളെയോ സമുദായ അംഗങ്ങളെയോ ഒന്നുമല്ല. ഞാൻ ചോദിച്ചത് വളരെ സ്പെസിഫിക് ആയിട്ടാണ്. 1-2 ആഴ്ച കൊണ്ട് പോയി ഈ സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങാൻ കഴിയുമോ? ബിഷപ്പ് ഹൗസ് ഇത് അറിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുന്നത് കേൾക്കാൻ ആരോടെ കേൾക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പൊ നേരത്തെ 20 അതിനകത്തുള്ളവർ തന്നെയാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ഗവൺമെന്റ് ഓർഡർ എന്താണ്? അതായത് പിന്നെ ലത്തീൻ കത്തോലിക്കരായിട്ടുള്ളവര് അവര് ബിഷപ്പിന്റെ ലെറ്റർ മേടിച്ച് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ അവർക്ക് അതിന്റെ സംവരണാനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഓർഡറാണ്. അത് ഗവൺമെന്റ് ഓർഡർ അത് പറഞ്ഞിട്ടുണ്ട്. അത് ബിഷപ്പിന്റെ ഓർഡർ മുഖവരിക്ക് എടുക്കാതെ പിന്നെ വില്ലേജ് ഓഫീസർ പരിശോധിച്ചുകൊണ്ട് കൊടുക്കാനെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ രൂപത അത് ലത്തീൻ കത്തോലിക്കെന്ന് പറയാനുള്ള അവകാശം വില്ലേജ് ഓഫീസർക്കൊന്നും ഇല്ല. ലത്തീൻ കത്തോലിക്ക് പറയാനായിട്ട് രൂപതയ്ക്ക് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ, രൂപതയ്ക്കേ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് രൂപത ചെയ്യുന്നത്. അവിടെ ഇടവകയിൽ നിന്ന് അല്ല, അപ്പോ അത് തന്നെയാണ് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. അത് പറയാനുള്ള അവകാശം ബിഷപ്പ് ഹൗസിനാണ്. ഇങ്ങനെ ഇല്ല, ഇടവകയിൽ നിന്ന് പിന്നെ ലെറ്റർ കൊണ്ടുവരുമ്പോഴും അത് ലാറ്റിൻ കാത്തലിക്കാണ് ഇയാള്. ഞാൻ ക്രിസ്തുദാസ്, ഞാൻ ലാറ്റിൻ കാത്തലിക്കാന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനാണ്. അല്ലാതെ പിന്നെ വില്ലേജ് ഓഫീസർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇന്നിവിടെ VSPക്കോ മറ്റ് ആൾക്കാർക്കോ ഒന്നും വേറെ കൊടുത്തിട്ടൊന്നുമില്ല. ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല, കൊടുക്കാൻ പോകുന്നുമില്ല. ഇത് നോക്കി മാത്രമേ ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ. അതില് ഇങ്ങനെ വ്യാജമായിട്ട് ഇങ്ങനെ പിന്നെ ഈ നാടാർ സമുദായത്തിലുള്ളവർ ഈഴവ സമുദായം അങ്ങോട്ട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് വ്യാജമായിട്ട് അത് രാഷ്ട്രീയം ഓരെടുക്കുന്നതിന് വേണ്ടിയാണ്.
രാഷ്ട്രീയം ഒരിടത്ത് അതെ, ഓക്കെ. അപ്പോ ഒരു വലിയ വിഭാഗം പരിവർത്തനം ചെയ്യപ്പെട്ടു ഈ രീതിയിൽ എന്നുള്ളൊരു കണക്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം തള്ളിക്കളയാണ്. ഒരു കണക്കുകളും ഇല്ല. അങ്ങനെ വലിയൊരു വിഭാഗം പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് സാധാരണ ഉള്ള ഇതിന് മാത്രമേ 2020 അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു വിഭാഗം കൊണ്ട് പരിവർത്തനം ചെയ്തിട്ടൊന്നുമില്ല. ഈ പറയും ഇവര് രാഷ്ട്രീയക്കാരും. പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ വാർത്തയില് ശ്രീ മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് സമയം കൊണ്ടാണ് ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, എന്നോട് ക്ഷമിക്കണം. പക്ഷേ നമ്മളോട് തന്നെ വാർത്തയിൽ ആൾക്കാർ പറയുകയാണ്, ഞങ്ങളിങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ഹിന്ദു നാടാരാണ്, ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോയി സർട്ടിഫിക്കറ്റ് കിട്ടി തിരിച്ചു പോകണമെന്ന്. എത്ര എളുപ്പത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി? ഇതെങ്ങനെ എളുപ്പത്തില് ബിഷപ്പുമാരൊരു സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കുറച്ച് കേട്ടു, നിങ്ങളുടെ വാർത്ത കുറച്ച് നേരത്തെ ഉള്ളത് കേട്ടായിരുന്നു കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് യോജിച്ച ആൾക്കാരെ വിളിച്ച് നിങ്ങളവിടെ ഇരുത്തി സംസാരിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ആപ്പാട് ലത്തീൻ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതല്ലാതെ 47 ഈ പറയുന്ന വാർത്തയെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിനെതിരായിട്ടുള്ള വാദമായിട്ട് മാറ്റരുത് ശ്രീ ക്രിസ്തുദാസ്. അതല്ല പറയുന്നത്. ആ പരിപാടി വേണ്ട. ആടവ നയം അവിടെ ഇരിക്കട്ടെ. നമ്മൾ പറയുന്നത് സമുദായത്തിന് വേണ്ടിയിട്ടാണ്, സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അംഗങ്ങളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഈ സമുദായത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് അവരെല്ലാം ഇനി സംവരണം എടുക്കുകയാണോ എന്നൊന്നും അല്ല ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് കിട്ടണം. മുക്കുവ അംഗങ്ങൾക്ക്, സമുദായ അംഗങ്ങൾക്ക് കിട്ടാതെ ഇത് മറ്റുള്ളവർക്ക് പോകുന്നതിന് എങ്ങനെയാണ്? അത് ബിഷപ്പ് ഹൗസിന് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ അതിനുള്ള ഉത്തരമല്ല പറയുന്നത്. അവർക്ക് അവകാശപ്പെട്ടവർ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണത്. ശരി ഫാദർ, ഇത് പലതരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട വാർത്ത അങ്ങ് മുങ്ങുമെന്നാണ് രൂപത വിചാരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഫാദർ ലാബ്രിൻ യേശുദാസ് മറുപടി. അതായത് സംവരണം എന്ന് പറയുന്നത് മതത്തിനല്ല, വളരെ കൃത്യമായിട്ട് തന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ്സസിനാണ് എന്താണ് സംവരണം. ഈ മുക്ക എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. മത്സ്യബന്ധനം എന്ന് ഒരു ക്ലാസ്സാണ്. അവർക്കാണ് ഈ സംവരണം ഉള്ളത്. അവരാണ് യഥാർത്ഥ ലാറ്റിൻ കാത്തലിക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നവരെയും പോകുന്നവരെയും ഇതിൻ്റെ അകത്ത് ചേർത്ത് അവർക്ക് അവർ ചോദിക്കുന്നതനുസരിച്ച് എന്നൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് രൂപതയിൽ നിന്ന് കൊടുക്കുക, അത് പിന്നെ റവന്യൂ നിന്ന് കൊടുക്കുക, അവരിതെല്ലാം കരസ്ഥമാക്കി മുമ്പോട്ട് പോകുക. അത് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ 2010 ഇടവിലുണ്ടായിരുന്നു. ഒരു കുട്ടി MBBS അഡ്മിഷൻ എടുത്തു. ഈ പറയുന്ന അച്ഛൻ ഉൾപ്പെടെ എന്നെ വന്ന് കാണേണ്ടി വന്നു. അങ്ങനെയുള്ള ഇപ്പൊ പ്രദീപ് ഇന്ന് ചെയ്ത സ്റ്റോറികൾക്കകത്ത് അതുപോലെ ഉണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരായിട്ടുള്ള വിജയ മേരി വെട്ടിക്കട നടത്തുകയാണ്. അപ്പോൾ അല്ലാത്ത ഈ സർട്ടിഫിക്കറ്റ് കിട്ടി, സംവരണം കിട്ടി എന്ന് പറയുന്നവരുടെ ബൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഞെട്ടിക്കുന്ന. ശ്രീ ജോർജ് പൊടിപ്പാറ, രൂപത പ്രതികരിക്കുന്നു. എന്നെ വിളിച്ചിരുത്തിയിട്ട് അതിന് മറുപടി പറയാൻ സമയം തരാം. ശരി, ഞാൻ ഒറ്റ വാക്കുന്നത് വൺ സൈഡ് ചർച്ചയാണെങ്കിൽ അത് വേണ്ട. ഇവിടെ കേരളത്തിൽ 20 ലക്ഷത്തോളം ലത്തീൻ കത്തോലിക്കരുണ്ട്. അതിനെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒരു ചർച്ച കൊണ്ടുവന്ന് അത് മുക്കുവര് മാത്രമാണ് ഇത്രയേ ഉള്ളൂ എന്നുള്ള അത്തരം ഒരു നാരറ്റീവ് ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട. ചോദിക്കാതിരുന്നത് ഇന്നിങ്ങനെ ഒരു സ്റ്റോറി നിങ്ങൾ രാവിലെ തൊട്ട് കാണിച്ചപ്പോ എന്തുകൊണ്ട് അതിന്റെ മറുവശത്ത് നിന്നവരുടെ ഇന്റർവ്യൂ ഒന്നും എടുക്കാതിരുന്നത്? ലൈവ് കാണിച്ചതല്ലോ. നമ്മൾ എത്രയോ തവണയായി വിളിക്കുന്നു. എത്രയോ അവസാനമാണ് താങ്കൾ തന്ന നമ്പറിൽ നിന്ന് എത്രയോ അവസാനമാണ് പ്രതികരിക്കാനെങ്കിലും ആരെങ്കിലും തയ്യാറാണ്. നെയ്യാറ്റിങ്കര ശ്രീ ശരി തോമസ്, വൈകുന്നേരത്തോടുകൂടി നെയ്യാറ്റിങ്കര രൂപത വിശദീകരണം നൽകുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, നമ്മളല്ലേ രാവിലെ സംസാരിച്ചത്? ശ്രീ ശരി തോമസ് അല്ലല്ല, എന്നോട് രാവിലെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത് വൈകുന്നേരത്തോടുകൂടി നെയ്യാറ്റിങ്കര രൂപത ഇതിന് മറുപടി നൽകുകയാണ്. എവിടെ പോയി മറുപടി? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം കാണിച്ചപ്പോ മുൻപേ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് കാണിച്ചത്, ഇന്നത്തെ സ്റ്റോറി മുഴുവൻ. ആ സമയത്ത് ഇത് മറുഭാഗം പറയാനുള്ളവർ കൂടി കേൾക്കണമായിരുന്നു. എന്തുകൊണ്ട് സഭയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ചോദിച്ചാലല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇത്രയും ചർച്ചയ്ക്ക് ശേഷമല്ല നെയ്യാറ്റിങ്കര രൂപയോട് ചോദിച്ചത്. എന്നെ വിളിച്ചത് ഇപ്പോഴല്ലേ. അതിന് മുമ്പ് ഫോണിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചില ആളുകളുടെ ക്ലിപ്പിംഗ് കാണിച്ചു. ആ സമയത്ത് എന്തുകൊണ്ടാണ് രൂപതയോട് ചോദിക്കാതിരുന്നത്? അത് ഞങ്ങളോട് ചോദിക്കാതിരുന്നത്? രൂപത വൈകുന്നേരത്തിനുള്ളിൽ വിശദീകരണം നൽകുമെന്ന് പറഞ്ഞത് താങ്കളാണ്, ഞാനല്ലേ കേട്ടത്? രാവിലെ 10 മണിക്ക് താങ്കൾ അങ്ങനെയാണ് പറഞ്ഞത്. വൈകുന്നേരത്തിനുള്ളിൽ മറുപടി പറയുന്നത് എന്താണ്? ഏറെ ചെയ്തൊരു വിഷയമാക്കിയതിന് ശേഷമല്ലേ ചോദിക്കുന്നത്? അതിന് മുമ്പല്ലേ ചോദിക്കേണ്ടത്? ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, എന്താ മറുപടി പറയാൻ അതിന് മുമ്പല്ലേ അല്ലല്ലോ. അല്ല, അങ്ങനെ മാധ്യമ പ്രവർത്തന രീതിയൊന്നും താങ്കൾ പഠിപ്പിക്കില്ല. അടുത്ത തോമസ് ഇത് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട്. അതെന്ത് സംസാരമാണ് ശ്രീ ശരി തോമസ്? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുമ്പോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുമ്പോ നിങ്ങൾ ആ ബജ്രംഗ് ദൾ നേതാവിന്റെ ബൈറ്റ് കൂടി എടുത്തിട്ടാണോ വാർത്ത കൊടുക്കുന്നത്? അല്ല, അങ്ങനെയാണോ?
നിങ്ങൾ ഒരു വിഭാഗം അവഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കൂടെ ചോദിച്ചിട്ടാണോ നിങ്ങൾ ആ വാർത്ത കൊടുക്കുന്നത്? 2 മിനിറ്റ് മാത്രം സമയം തന്നതിന് ശേഷം മറ്റു എതിര് പറയുന്ന ആൾക്കാർ മുഴുവൻ കേൾപ്പിക്കുന്നത് എന്താ ശരിയാവുന്നത്? ശരി തോമസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം ഉണ്ടാവില്ല. വൈകുന്നേരത്തോടുകൂടി നെയ്യാറ്റിൻകര രൂപത വിശദീകരണം നൽകുമെന്ന് പറഞ്ഞു. വിശദീകരണം ഇല്ല ഈ മിനിറ്റ് വരെ. സഭയുടെ സമുദായത്തിന്റെ ഒരാളായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്ന മറുപടിക്ക് ആവശ്യമുള്ള ഉത്തരം തരാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ മുക്കൂര് മാത്രം ലത്തീൻ കത്തോലിക്കരുള്ളൂ എന്ന് സ്ഥാപിക്കാനാണോ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ. അപ്പോ മുക്കുവ സമുദായത്തിന് ഈ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എല്ലാ വിഷയവും തീർന്നു. ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ പറയുന്നത് മുക്കുവ സമുദായങ്ങൾക്ക് ഇത് ഒന്നും നിഷേധിക്കപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഭാഗത്തിന് മാത്രം അത് ശരിയായ രീതിയല്ല. ശരി 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 ഓക്കെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ ജോർജ് പടിപ്പാറ, ഇതിനകത്ത് ഈ പറയുന്നതെല്ലാം ഈ ഉയർത്തുന്ന വിഷയം ഒരു സമുദായത്തിനെതിരെയാണെന്ന് വരുത്തി തീർത്താൽ അത് ഏത് തരത്തിൽ വാർത്ത പോകും എന്നുള്ളത് ഉറപ്പാണ്. അതൊന്നും നടക്കില്ല. അത് ഈ വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും പറഞ്ഞു അത്തരം ട്രിക്കൊന്നും നടക്കില്ല. അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞു. പക്ഷേ മുക്കുവ സമുദായം നേരിടുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതിനകത്തെ കുറിച്ച് മിണ്ടുന്നില്ല, രൂപത മിണ്ടുന്നില്ല, ഷെറി തോമസ് മിണ്ടുന്നില്ല. ശ്രീ ജോർജ് പടിപ്പാറ, നിങ്ങൾ ചോദിക്കുമ്പോഴല്ലേ പറയുന്നത്? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുക്കുവ സമുദായത്തിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഷെറി തോമസ്, മുക്കുവ സമുദായത്തിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? മുക്കുവ സമുദായത്തിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? മുക്കുവ സമുദായത്തിന് അവകാശം ഇല്ല. ഞാൻ ഈ ചോദ്യം മാത്രം എനിക്ക് യെസ് ഓർ നോ കിട്ടണം. മുക്കുവ സമുദായത്തിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ അല്ല, ഉണ്ടോ എന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ അറിയില്ലേ? ഉണ്ടോ ഇല്ലോ നിങ്ങൾക്ക് അറിയില്ലേ? ഉണ്ടോ എന്ന് നിങ്ങൾ പറ. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെടുന്ന തെളിവ് കാണിക്കേ. അപ്പൊ ഇല്ല, അപ്പൊ നിഷേധിക്കപ്പെടുന്നില്ല. അല്ല, നിഷേധിക്കപ്പെടുന്നില്ല. അപ്പൊ തെളിവ്, അപ്പൊ ഞങ്ങൾ തെളിവ് കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ അവകാശങ്ങൾ അപ്പൊ സംഭവം ക്ലിയർ ആണ്. അതായത് ലത്തീൻ കത്തോലിക്ക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവകാശം നിഷേധിക്കപ്പെടുന്നതായിട്ട് അസോസിയേഷൻ തോന്നുന്നില്ല. നോക്കൂ ശ്രീ ലാബ്രൻ യേശുദാസ്, കഷ്ടം എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു സമുദായത്തിന് വേണ്ടി സംസാരിക്കേണ്ട അസോസിയേഷൻ പറയുന്നത് ഇങ്ങനെ ഒരു വിഷയമില്ലല്ലോ എന്നാണ്. ഇനി പുറത്തുള്ളവർ ഇടപെട്ട് ഇത് ഇല്ല, ഞാനത് പറയും. താങ്കൾ പറഞ്ഞത് ഇല്ല എന്ന് തന്നെയാണ് ശ്രീ ലാബ്രൻ യേശുദാസ്. അദ്ദേഹം ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. യെസ് ഓർ നോ പറയുന്നില്ല. ശ്രീ ലാബ്രൻ യേശുദാസ്, പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന മുക്കൂർ അഞ്ഞൂറ്റിക്കാർ ഉൾപ്പെടെയുള്ള അവർക്കാണ് ഈ സംവരണം. അവരാണ് ലത്തീൻ കത്തോലിക്കർ. ശരി, ശ്രീ ജോർജ് പടിപ്പാറ, സമയപരിമിതി കൊണ്ട് എനിക്കറിയാം എക്സീഡ് ചെയ്തു. ശ്രീ ജോർജ് പടിപ്പാറ, ഒരു 30 സെക്കൻഡിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം പ്ലീസ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. 47 ഫാദർ പറയുന്നത് പോലെ ശരിയാണ്. 47 ഈ സമുദായത്തിൽപ്പെട്ട ഒരു മഹാഭൂരിപക്ഷം മുക്കോരായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു. പക്ഷെ 47 ശേഷം വർഷങ്ങൾ 75 വർഷത്തോളം കടന്നുപോയി. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നത്തില് ഈ പറഞ്ഞ ലത്തീൻ സമുദായത്തിലുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറി. ഇപ്പൊ ഞങ്ങളുടെ നാട് തൃശ്ശൂര് ബീച്ച്, ഇവിടെ ഒരു ലത്തീൻ ഇടവകയുണ്ട്. ഇവിടെ കടൽ എന്ന് പറയുന്ന 50, 60, 70 കിലോമീറ്റർ അകലെയാണ്. അവരാരും മത്സ്യത്തൊഴിലാളികളും അല്ല. പക്ഷെ സമുദായം എന്നുള്ള നിലയ്ക്ക് അവർ ലത്തീൻ അത് നമുക്ക് അംഗീകരിക്കാം. അവരും പക്ഷേ അപ്പോഴും ഇതിലുള്ളവർക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷയമുണ്ട്. അതാണ് ഇതിനകത്ത് നമുക്ക് ആ സ്റ്റോറി നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു പോയിട്ടും കിട്ടുന്നില്ല സംവരണാനുകൂല്യം എന്ന് പറയുന്ന വിജയമേരിയുടെ ഒരു പ്രതികരണം. ഒരു വശത്ത് 2 ആഴ്ച മുൻപ് നാടാർ സമുദായത്തിൽ നിന്ന് പോയി ഈ കാസ്റ്റിലേക്ക് മാറിയതിനു ശേഷം ഈ ആനുകൂല്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതികരണമുണ്ട്. എല്ലാവരും മുക്കുവ സമുദായ അംഗങ്ങളെന്നല്ല, പക്ഷേ ഈ ഉള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരമില്ലെങ്കിൽ ഇതൊരു സമുദായത്തിനെതിരെ പറയുകയാണോ എന്നുള്ള സമുദായത്തിന് മൊത്തത്തിലാണ് സംവരണം. അപർണ, ഇതിങ്ങനെ വൻതോതിൽ ഈ സമുദായത്തില് ജോലി മാത്രം ലക്ഷ്യമിട്ട് ആളുകൾ വന്ന് കൺവെർട്ട് ചെയ്ത് ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ചേർക്കപ്പെടേണ്ടത് തന്നെയാണ്, അനുവദിക്കാൻ സമയപരിമിതി കൊണ്ടുകൂടിയാണ്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ജാതി മാറ്റ തട്ടിപ്പ് ക്രൈസ്തവ സഭകൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ 79% പ്രേക്ഷകരും അതെ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയുള്ള ആക്രമണമൊന്നുമല്ല ഇത് പറയുന്നത്. ഈ സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മുക്കുവ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ന്യൂസ് 18 അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന മാധ്യമ വാർത്തയുടെ അജണ്ടയല്ല. ഈ സമുദായ അംഗങ്ങൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഫാദർ ലാബ്രൻ യേശുദാസ് അടക്കമുള്ളവർ പറയുന്നത് അറിയാതെ നിൽക്കുന്ന ഒരു സമുദായമുണ്ട്. ആ സമുദായം അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം ആരോഗ്യപരമായിട്ട് കൂടി ചർച്ച ചെയ്യട്ടെ കേരളം എന്നുകൂടിയാണ്. വളരെയധികം നന്ദി പാനൽ പങ്കെടുത്ത എല്ലാവർക്കും. പൂർണ്ണമാകുന്നു പറയുന്നത്.